ഹലോ, ഇന്ന് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കണ്ടാലോ. ഇനി സേമിയ, ക്യാരറ്റ്, പച്ചമുളക്, കശുവണ്ടി, മുന്തിരി, കറിവേപ്പില ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. സേമിയ വേവിക്കാനാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. സേമിയ ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സേമിയ ഇവിടെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്, വേഗം തണുത്ത് വരാനായിട്ടാണ്. വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ചൂടായിട്ട് വരുമ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇനി നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ.